പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇന്ന് ഉച്ചയ്ക്കാണ് സംസ്ഥാന അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റിനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കാണണം. ഇത്തരത്തിലുള്ള കാര്യം പാർട്ടി ദേശീയ നേതൃത്വം ഉൾപ്പെടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അതിനുശേഷം ജില്ലാ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷൻ നിയോഗിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ജിയും ഇക്കാര്യം സംസാരിക്കുകയായിരുന്നു. പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കണമെന്ന് പറയുകയായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. അല്ല, ബി ജെ പിയുടെ വലിയൊരു വിജയമാണ്, അല്ലെങ്കിൽ ചരിത്ര നിയോഗമാണ്. അപ്പം അറിയപ്പെടാൻ പോകുന്ന ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ ആദ്യ മേയർ എന്നൊരു പദവിയിൽ കൂടിയാണ് താങ്കൾ എത്താൻ പോകുന്നത്. ഞാൻ അതിന് ഒക്കെ മുമ്പ് തന്നെ, ആ പദവിയിലെത്തുന്നതിന് മുൻപ് തന്നെ ഒരു പ്രതീക്ഷയും സാധ്യതയും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ആശയം ഏറ്റെടുത്ത് പ്രവർത്തനത്തിൽ എത്തിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. പതിറ്റാണ്ടുകൾക്ക് തന്നെ പ്രവർത്തനം ആരംഭിച്ച അവരുടെയൊക്കെ തന്നെ അതിലൊരുപാട് പേർക്ക് ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ ജീവത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് ബി ജെ പി ഇന്ന് ഈ കോർപ്പറേഷൻ്റെ ഭരണത്തിൽ എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ബി ജെ പിയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനതയുടെ പിന്തുണ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ രണ്ട് തരത്തിലുള്ള ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർക്ക് ബി ജെ പി ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉൾപ്പെടുന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെയും തിരുവനന്തപുരത്തെ സാധാരണക്കാരായ ജനങ്ങളുടെയും വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്. അവർ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണിത്. ഇതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ, തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ അന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. നാളെയാണ് തെരഞ്ഞെടുപ്പ്. അനായാസം ബി ജെ പി ജയിക്കാവുന്ന സാഹചര്യമുണ്ട്. അല്ല, ഞങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഞങ്ങൾ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്ക് നല്ല ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ ഞങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പുകളെ കാണുന്നത്. അതുകൊണ്ട് അനായാസം ജയിക്കാം എന്ന് താങ്കൾ പറഞ്ഞത് ഞങ്ങൾ ഗൗരവമായിട്ടാണ് കാണുന്നത്. പ്രതിപക്ഷവും ശക്തമാണ്, അതിനെ വളരെ സന്തോഷത്തോടെ ആരോഗ്യകരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ശക്തമായ പ്രതിപക്ഷമുള്ള സ്ഥലത്താണ് ശക്തമായ ജനാധിപത്യ സംവാദങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പോൾ നമുക്കും വളരെ സജീവമായിട്ട് ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം തിരുത്തൽ ശക്തിയായിട്ട് തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രവർത്തിച്ചത്. അപ്പോൾ ശക്തമായ പ്രതിപക്ഷം, ശക്തമായ കരുത്തരായ ആരോഗ്യകരമായ സംവാദം നടത്താൻ സാധ്യതയുള്ള പാർലമെന്ററി പ്രൊസീഡിങ്സിൽ പരിചയസമ്പന്നരായ നേതാക്കന്മാർ പ്രതിപക്ഷത്തുള്ളത് വളരെ സന്തോഷത്തോടെ ആണ് ഞാൻ കാണുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് ആവേശം നൽകുകയാണ്. താങ്കളുടെ പേരിനൊപ്പം പരിഗണനയിലുണ്ടായിരുന്ന പേര് ആർ ശീലേഖയുടേതാണ്. അവസാന നിമിഷം വരെ അവർ മേയറാകുമെന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 40-40 പേർ, 50 പേരും യോഗ്യരാണ്. 10-40 പേർ പരിഗണനയിലുണ്ടായിരുന്നു. പലപ്പോഴും നിങ്ങൾ മാധ്യമപ്രവർത്തകർ പലതരത്തിലുള്ള വാർത്തകളും കൊടുത്തിരുന്നു. പക്ഷേ പാർട്ടി ഇന്ന് ഉച്ചയ്ക്ക് തീരുമാനമെടുത്തത് ഇങ്ങനെയാണ്. അതുകൊണ്ട് എല്ലാവരും 50 പേരും പ്രാധാന്യമുള്ളവരാണ്. ഇനി മേയർ സ്ഥാനത്തേക്കോ കൗൺസിലർ ആകാൻ പറ്റിയില്ലെങ്കിൽ അതിനേക്കാൾ മിടുമിടുക്കരാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ. ഞങ്ങളുടെ ജില്ലാധ്യക്ഷനൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ 1 മണിക്കൂറും അരമണിക്കൂറൊക്കെ കാറിൽ കിടന്നാണ് ഉറങ്ങിയിട്ട്. ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥിയായി പോയതിനു ശേഷം ഏകദേശം ജില്ലാ ഭാരവാഹികളൊക്കെ സ്ഥാനാർത്ഥിയായി. അദ്ദേഹവും 2-3 വിരലിടുന്ന പ്രവർത്തകരുമാണ് ബാക്കി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത്. ഞങ്ങളെക്കാൾ ബുദ്ധിമുട്ടുകാരാണ് അവരൊക്കെ. അതൊക്കെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ജിയും ജില്ലാ പ്രസിഡന്റുമാണ് അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവർ കൃത്യസമയത്ത് തന്നെ വിവരം അറിയിക്കും. അത് വികസന കാഴ്ചപ്പാടുള്ള കൗൺസിലർമാർ ഈ വികസനത്തോടൊപ്പം നിൽക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിന് താല്പര്യമുള്ള നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന കൗൺസിലർമാർ, ജനപ്രതിനിധികൾ ഈ ഭരണത്തോടൊപ്പം സഹായം എത്തിക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അത് ഉറപ്പാണ്. 51, 52 ആവാം, 53 ആവാം, 54 ചിലപ്പോൾ കൂടാം. അത് വരും കാലങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. 50-55 വരെയൊക്കെ എത്തിക്കൂടുന്നില്ലല്ലോ രാഷ്ട്രീയത്തിൽ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഞങ്ങളൊക്കെ മേയർ സ്ഥാനാർത്ഥിയാണ്, ഇപ്പോൾ ആശ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയാണ്. ഞങ്ങൾ 50 കൗൺസിലർമാരുണ്ടൊക്കെ ഉണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷം കൗൺസിലുണ്ടായിരുന്ന ഞങ്ങളുടെ പല സഹപ്രവർത്തകരും ചിലരിപ്പോൾ മത്സരിച്ചില്ല, ചിലർക്ക് വിജയത്തിലെത്താൻ സാധിച്ചില്ല. പക്ഷേ ഞങ്ങൾ ഈ പദവികളിലൊക്കെ എത്തിച്ചേരുമ്പോൾ കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് രാവിനെ പകലാക്കിക്കൊണ്ട് അവർ നടത്തിയ പോരാട്ടമുണ്ട്. വനിതകൾ ഉൾപ്പെടെ. ഞാൻ എല്ലാവരുടെയും പേരിവിടെ പറയുന്നില്ല. പക്ഷേ അവർക്കൊക്കെ തന്നെ 5-10 വർഷം നടത്തിയാലും തീരാത്ത തരത്തിലുള്ള ക്രിമിനൽ കേസുകളുണ്ട്. ഇപ്പോൾ പട്ടികജാതി ഫണ്ട് തട്ടിപ്പിനെതിരെ നടത്തിയ സമരങ്ങൾ, വീട്ടുകാരൻ തട്ടിപ്പിനെതിരെ, ഇങ്ങനെയൊക്കെ നമ്മൾ ആറ്റുകാൽ പൊങ്കാല വിഷയത്തിൽ നടത്തിയ സമരമൊക്കെ അവരൊക്കെ തന്നെ ശക്തമായി ത്യാഗം സഹിക്കാൻ
തയ്യാറായതിൻ്റെ, അതിനൊപ്പം സമരം ചെയ്യാൻ പ്രവർത്തകർ തയ്യാറായതിൻ്റെ ഫലമാണ് ഈ വിജയം. ഞാൻ അവരെയൊക്കെ തന്നെ ഈ അവസരത്തിൽ അങ്ങേയറ്റം തന്നെ അവരുടെ പാദങ്ങളിൽ പൂവിട്ട് ആദരിക്കുകയാണ്.